ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സാഗറും കുടുംബവും തന്റെ മകളെയാണ് ചതിച്ചത്. മാനസയെ മാത്രം ഇതിൽ കുറ്റക്കാരിയാക്കേണ്ടെന്ന് മനസ്സിലാക്കുന്ന ജയമോഹൻ മാനസയെ കാണുമ്പോൾ സോറി പറയുന്നുണ്ട്. എന്നാൽ ഈ ക്ഷമ പറച്ചില് മാനസ വിശ്വസിക്കുന്നില്ല. എന്നെ വെറുതെ പറ്റിക്കാൻ വേണ്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജയമോഹൻ ശാന്തനായിക്കൊണ്ട് തന്നെ പറയുക, അല്ല മോളെ, ആത്മാർത്ഥമായിട്ട് തന്നെയാ. നീ അച്ഛനോട് ക്ഷമിക്കണം. പെട്ടെന്നുള്ള ചില തോന്നലില് നിന്നെ ഞങ്ങളെ കുറ്റക്കാരിയായി കണ്ടു. നീ കാരണം ഞങ്ങളും അപമാനിക്കപ്പെട്ടു എന്ന് ചിന്തിച്ചു. ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കണമെന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു. ഇപ്പതാ ഞാനും അമ്മയും കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ചു. അപ്പം മനസ്സിലായി നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. കുറ്റക്കാരവരാണെന്ന്. സാഗറും അവന്റെ കുടുംബവും. മാനസിക സന്തോഷമായി. എങ്കിലും ജയമോഹന്റെയും ഹേമയുടെ മുമ്പിൽ കള്ളക്കരച്ചിലൊക്കെ അഭിനയിച്ച് ഇമോഷണൽ ഡ്രാമയൊക്കെ കളിക്കുകയാണ് മാനസ. അവരതിൽ വീണു പോകുന്നതുകൊണ്ട് ജയമോഹൻ മാനസയെ ആശ്വസിപ്പിച്ചുകൊണ്ട്, നീ കരയല്ലേ മോളെ, ഞങ്ങൾ ചെയ്ത തെറ്റിന് ഞങ്ങൾ സ്വയം ശിക്ഷിച്ചോളാം. അത് കേട്ട് മാനസ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. അച്ഛനും അമ്മയും ഇതിൽ തെറ്റുകാരല്ല. എന്തായാലും എന്നെ ഇപ്പൊ മനസ്സിലാക്കിയല്ലോ, എനിക്ക് അത് മതി, അത് മാത്രം മതി. എന്നാൽ ജയമോഹൻ മാനസയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്, അത് മാത്രം പോരാ, എന്നോട് ചെയ്ത തെറ്റിന് തിരിച്ച് ചെയ്താലേ എനിക്ക് സമാധാനം കിട്ടൂ. നമ്മളെ കബളിപ്പിച്ചിട്ട് അവരങ്ങനെ സന്തോഷമായി ജീവിക്കണ്ട. അവർക്ക് ഞാൻ എന്തായാലും ഒരു തിരിച്ചടി കൊടുക്കാൻ പോവുക. അലികയിലെ എന്റെ നിക്ഷേപം ഞാൻ തിരിച്ചു ചോദിക്കും, 200 കോടി. അതിലവര് തീരും. അലിക പൂട്ടുകയും ചെയ്യും. ജയമോഹന്റെ ഈ കടുത്ത തീരുമാനം കേട്ട് മാനസ പറയുന്നത് ആ പണം തിരികെ മേടിക്കരുതെന്നാണ്. ഇത് കേൾക്കുന്നതും നിനക്കെന്താ പെട്ടെന്ന് അവരോട് സ്നേഹം തോന്നിയതെന്ന് ഹേമ ചോദിച്ചപ്പോ, സ്നേഹം തോന്നിയത് കൊണ്ടൊന്നും അല്ല മമ്മി, തിരിച്ചടി കൊടുക്കേണ്ടത് നിക്ഷേപം പിൻവലിച്ചിട്ടല്ല, എന്നെ അലികയിലെ MD ആക്കിക്കൊണ്ട. അച്ഛൻ സാഗറിന്റെ മുമ്പിൽ ഡിമാൻഡ് വെക്കണം, എന്റെ സസ്പെൻഷൻ പിൻവലിക്കണം. കല്യാണം കഴിഞ്ഞ് എന്നെ MD ആക്കാമെന്നായിരുന്നല്ലോ പഴയ തീരുമാനം. അതിനി നടപ്പിലാക്കണം. ഇല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോകുമെന്നും താക്കീത് കൊടുക്കണം. കോടതി ഭരണം ഏറ്റെടുക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കണം. അതാണിപ്പോൾ വേണ്ടത്. ഇതൊക്കെ വിട്ട സ്ഥാപനത്തിൽ കൂടുതൽ ശക്തിയോടെ എനിക്ക് തിരിച്ചു കയറണം. എന്റെ ജീവിതം ഇല്ലാതാക്കിയ കൺമണിയെ എന്റെ കാൽ ചുവട്ടിൽ കൊണ്ടുവരണോ എനിക്ക്. മാനസയുടെ ഈ ആഗ്രഹങ്ങളെല്ലാം കേട്ടിട്ട് ജയമോഹൻ മാനസയ്ക്ക് ഉറപ്പും കൊടുക്കുന്നുണ്ട്, നിന്നോട് കാണിച്ചതിനൊക്കെ ഈ രീതിയിൽ തന്നെ നമ്മൾ പകരം ചോദിക്കുമെന്ന്. അലികയുടെ മുകളിൽ നീ തന്നെ വരും. ആ കമ്പനി നമ്മൾ ഭരിക്കും. നാളെ തന്നെ ഞാൻ സാഗറിനെ അതിനുവേണ്ടി കാണാൻ പോകുന്നുമുണ്ട്. ജയമോഹന്റെ സപ്പോർട്ട് കൂടെ കിട്ടിയതോടെ മാനസ ഡബിൾ ഹാപ്പി. അതേസമയം കൃഷ് ആകാംക്ഷാപൂർവ്വം സുജാതയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എന്താണ് സർപ്രൈസ്? സുജാത പറയുന്നത് കൃപയോട് ചോദിക്കാനാണ്. എന്നാൽ കൃപ ഒരു ഡിമാൻഡൊക്കെ വെക്കുകയാണ്. ഇതൊരു ഞെട്ടിക്കുന്ന സർപ്രൈസാ, അതുകൊണ്ട് ചോദിച്ചാൽ അങ്ങനെ പെട്ടെന്ന് പറയാനൊന്നും പറ്റില്ല. എനിക്ക് ചെലവ് ചെയ്യണം, അതിന് തൊട്ടിറക്കണം. കൃഷി തന്റെ പേഴ്സിൽ നിന്നും 1000 രൂപ എടുത്ത് എണ്ണി കൊടുക്കുന്നുണ്ട് നമ്മുടെ കൃപയ്ക്ക്. എന്നാൽ കൃപയ്ക്ക് അതൊന്നും പോരാ. അയ്യേ, ഇത്രയും വലിയ സർപ്രൈസ് തരാൻ പോകുന്നതിന് 1000 രൂപയോ? ഇതാ വലിയ സർപ്രൈസ് ആയിപ്പോയത്. കൃഷ് ആണെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞ് കെഞ്ചുകയാണ് കേട്ടോ. അപ്പോൾ കൃപയ്ക്കാണെങ്കിലും പാവം തോന്നുകയാണ് കൃഷിന്റെ അവസ്ഥ കണ്ടിട്ട്. സുജാതയോടും പറയും, അമ്മേ, ഏട്ടൻ പാവമല്ലേ, നമുക്കങ്ങ് പറഞ്ഞേക്കാം. അമ്മ തന്നെ അങ്ങ് പറഞ്ഞേക്ക്. സാഗറും അപ്പോഴേക്കും വന്നിട്ട് സുജയോട് തന്നെ പറഞ്ഞേക്കാൻ പറയുന്നുണ്ട് കൃഷിനോട്. സുജ അങ്ങനെ സംസാരിച്ചു തുടങ്ങുകയാണ്. അത് പിന്നെ കൺമണിയെ ഞാൻ വേദനിപ്പിച്ചതിനെല്ലാം എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം അവളോട്. ആ മാനസയെ വിശ്വസിച്ച് ഞാൻ എന്തൊക്കെയാ കൺമണിയോട് ചെയ്തു കൂട്ടിയത്, എനിക്കതിനൊക്കെ അവളോട് ക്ഷമ ചോദിക്കണം. എന്റെ മരുമകളായി പൂർണ്ണ മനസ്സോടെ തന്നെ എനിക്ക് കൺമണിയെ അംഗീകരിക്കണമെന്നല്ല സുജാത പറയുന്നത് കേട്ടിട്ട് കൃഷിന്റെ സന്തോഷം കൃഷിനെ അടക്കാൻ പറ്റുന്നില്ല. ഓടിച്ചെന്ന് സുജാതയെ കെട്ടിപ്പിടിക്കുകയാണ് ആഹ്ലാദത്താൽ. എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് അപ്പോഴേക്കും ആന്റിയമ്മയും വരുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ സാഗറും പറയുന്നുണ്ട്, നമുക്ക് കൺമണിയെ വേറൊരു രീതിയിലും കൂടെ അഭിനന്ദിക്കണം. നമ്മുടെ കമ്പനിക്ക് നല്ല പേരുണ്ടാക്കി തന്നതിനും അങ്ങനെ എല്ലാതും ചേർത്ത് ഒരു വലിയ ആഘോഷം തന്നെ നമുക്ക് ഈ വീട്ടിൽ നടത്തണം. ചെറിയ ആഘോഷമൊന്നും പോരാ, ഒരു 1.5 ആഘോഷം തന്നെ വേണം. കൃപ അത് പറഞ്ഞപ്പോൾ സുജാതയുടെ ആഗ്രഹം അത് തന്നെയാണ്, ആഘോഷം വിപുലമാക്കണമെന്നാണ്. ആ വേദിയിൽ നിന്റെയും കൺമണിയുടെയും വിവാഹ തീയതി ഒഫീഷ്യലായി എല്ലാവരെയും അറിയിക്കുകയും വേണം. ഇതൊക്കെ കേട്ട് കൃഷ് ആണെങ്കിൽ ആഹ്ലാദത്താൽ തുള്ളിച്ചാടുന്നുണ്ട്. കൃഷ് ആഗ്രഹിച്ചതും ഇതൊക്കെ തന്നെയായിരുന്നു. കൃഷിന്റെ സന്തോഷപ്രകടനം എല്ലാം കണ്ടിട്ട് ആന്റിയമ്മ പറയാ, അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഇപ്പൊ ഒന്നായി. ഇനിയിപ്പോ ഈ വീട്ടിൽ ഞാനൊരു അധികപ്പറ്റായിരിക്കും. അതുകൊണ്ട് അനിയൻകുട്ട, ഞാൻ തറവാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എനിക്ക് ഈ കൂത്താട്ടം ഒന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അത് കേട്ട് കൃപ ചോദിക്കുന്നുണ്ട് കേട്ടോ, കൂത്താട്ടോ? ആന്റിയമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? കൃഷു ആന്റിയമ്മയുടെ പിണക്കം മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആന്റിയമ്മയ്ക്ക് കൂടുതൽ ദേഷ്യമാണ് തോന്നുന്നത്. നിങ്ങളൊന്നും എന്നെ കൂടുതൽ ഭരിക്കാൻ വരണ്ട. നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, മാനസയോട് നമ്മൾ കാണിച്ചത് നന്ദികേട് തന്നെയാ. ജയമോഹന്റെ ഒരു വലിയ തുകയാണ് അലികയിൽ കിടക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആന്റിയമ്മ ചോദിക്കുമ്പോൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അത് തിരികെ കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കൃഷ്. അത് പറഞ്ഞപ്പോഴും ആന്റിയമ്മ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അത്രയും വലിയ തുക തിരികെ കൊടുക്കുമെന്നോ? ആര് കൊടുക്കും? ഞാൻ കൊടുക്കുമെന്ന് തന്നെ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് കൃഷ്. അപ്പൊ ആന്റിയമ്മ തിരിച്ചു പറയാ, അതിന് രൂപ 5ഉം 10ഉം ഒന്നും അല്ല, 200 കോടിയാ.
എന്നാൽ അപ്പോഴും കൃഷ് 200 കോടിയെങ്കിൽ 200 കോടി അത് ഞാൻ തിരികെ കൊടുത്തിരിക്കും. ആന്റിയമ്മയ്ക്ക് അത് വിശ്വാസം വരുന്നില്ല. അപ്പൊ സാഗറും ആന്റിയമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കൃഷ് ഒരു വഴി കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, അവനത് കൊടുക്കുമെന്ന്. എന്നാൽ ഇതൊക്കെ വെറും കൃഷിന്റെ നമ്പറാണെന്നാണ് ആന്റിയമ്മ വിശ്വസിക്കുന്നത്. അപ്പോഴും കൺമണിയുമായിട്ടുള്ള വിവാഹം നടത്തി തരാൻ വേണ്ടി ഇവൻ ഇതൊക്കെ വെറുതെ പറയുന്നതാ. എന്നാൽ കൃഷ് ആന്റിയമ്മയ്ക്ക് നല്ല ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. ആന്റിയമ്മ, ഇത് കൃഷ് സാഗറാണ്, അലിഗയുടെ ചെയർമാൻ സാഗറിന്റെ മകൻ. ഞാനങ്ങനെ വെറും വാക്ക് പറയാറില്ല. ഞാൻ ജയമോഹൻ അങ്കിളിനോട് കുറച്ച് സാവകാശം ചോദിക്കും, എന്നിട്ട് കാശ് മടക്കി കൊടുക്കുകയും ചെയ്യും. കൃഷ് അത് പറഞ്ഞതും സാഗർ കൃഷ്ണനോട് പറയുന്നത്, നീ തൽക്കാലം ജയമോഹനോട് സംസാരിക്കാൻ പോണ്ട, ഞാൻ തന്നെ സംസാരിച്ചോളാം. നീ ഫണ്ട് എങ്ങനെ റേസ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ഏൽക്കുന്നുണ്ട് സാഗർ. കൃഷി ശരിയെന്ന് പറഞ്ഞു പോകും. ആന്റിയമ്മയും ദേഷ്യത്തോടെ തന്നെ പോകുന്നുണ്ട്. ആന്റിയമ്മ പോയപ്പോഴത്തേക്കും കൃപ സുജാതയോടായിട്ട് ആന്റിയമ്മ കാരണം ആ ഫംഗ്ഷന്റെ രസം അങ്ങോട്ട് പോയെന്ന് പരിഭവം പറയുന്നതും അതൊന്നും നീ കാര്യമാക്കണ്ടെന്നും ആഘോഷം നമ്മൾ കൊഴുപ്പിക്കുമെന്നും മറ്റാരേക്കാളും ഉത്സാഹത്തോടെ തന്നെ സുജ ഉറപ്പ് കൊടുക്കുന്നുണ്ട് കൃപയ്ക്ക്. സുജാത ഇങ്ങനെ മാറിയത് കാണുമ്പോൾ സാഗറിന് ഒത്തിരി സന്തോഷം. ഇവിടെ മാനസിയും വരുണിന്റെ മുന്നിൽ ചെന്ന് സന്തോഷ പ്രകടനങ്ങളൊക്കെ നടത്തിയപ്പോൾ വരുണിന് കാര്യം മനസ്സിലാവുന്നില്ല. അപ്പം മാനസ പറഞ്ഞു കൊടുക്കുക, കുറച്ച് നേരത്തെ വരെ ഞാൻ മരിക്കേണ്ട അവസ്ഥയിലായിരുന്നു, പക്ഷെ ഇപ്പതാ ചാരത്തിൽ നിന്നും വീണ്ടും ഉയർന്നു. ഫീനിക്സ് ആണടാ ഞാൻ, ഫീനിക്സ് പക്ഷി. പിന്നീട് മാനസ കാര്യം എന്താണെന്ന് വരുണിനെ അറിയിക്കുകയാണ്. എടാ, സാഗറും കൃഷും ഒക്കെ അലികയിൽ നിന്ന് പുറത്താവാൻ പോവുകയാണ്. അലിക ഇനി ഞാനാണ് ഭരിക്കാൻ പോകുന്നത്. ഇതൊക്കെ കേട്ടിട്ട് വരുൺ അതൊന്നും വിശ്വസിക്കാതെ മാനസ കഞ്ചാവടിച്ച് പറയുകയാണെന്നൊക്കെ കളിയാക്കുകയാണ്. കഞ്ചാവടിച്ചത് നിന്റെ മറ്റവളാണെന്ന് മാനസൻ തിരിച്ചു പറഞ്ഞപ്പോൾ വരുണിന്റെ മറുപടി മാനസയെ ഞെട്ടിക്കുകയാണ്. വരുൺ പറയുന്നത് എന്റെ മറ്റവളിപ്പം നീയാണെന്നാണ്, അതായത് മാനസയാണെന്നാണ്. അതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും ദേഷ്യം വന്ന മാനസയാണെങ്കിൽ വരുണിനെ ചവിട്ടുകയാണ് നെഞ്ചു നോക്കി തന്നെ. വരുൺ ബെഡിലേക്ക് മലർന്നടിച്ചു വീഴും. എന്നിട്ട് ദേഷ്യത്തോടെ എണീറ്റിട്ട്, നീ എന്നെ ചവിട്ടിയല്ലേ, ഞാനും നിന്നെ ചവിട്ടുപടി. എന്നാൽ വരുണിനോടൊന്ന് അടങ്ങാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഇതിനിടയിൽ മാനസ വേഗം തന്നെ വരുണിനെ കാര്യങ്ങളെല്ലാം അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് പിന്നെ അമ്മ എന്നെ എന്തിനാണ് വിളിച്ചുകൊണ്ട് പോയതെന്നറിയോ? എന്നോട് ക്ഷമ പറയാനാ. ചില പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ അച്ഛനെ അലിഗയിൽ ഭേദപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. വരുൺ അത് 10 ലക്ഷം രൂപയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അല്ല 150 കോടി. അത് കേൾക്കുന്നതും വരുണിന്റെ കിളി പോവുകയാണ്. ഒന്ന് മാനസ പറയും, ലാഭം അടക്കം ഇപ്പൊ ഏതാണ്ട് 200 കോടിയെങ്കിലും ആയി കാണും. ഇത്രയും വലിയ തുകയുടെ കണക്കൊക്കെ പറയുന്ന കേട്ടപ്പോൾ വരുൺ വാപൊളിച്ച് നിൽക്കുകയാണ് കേട്ടോ. മാനസ പിന്നെ വരുണിനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അച്ഛൻ അവിടുത്തെ ഡയറക്ടർമാരിൽ ഒരാളാ. നാളെ അച്ഛൻ സാഗറിനെ കാണാൻ പോകും. കമ്പനിയിൽ ചില മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറയും. ഒന്നുകിൽ 200 കോടി ഉടനെ തിരിച്ചു തരണം, അല്ലെങ്കിൽ എന്നെ MD ആക്കണം എന്ന ആവശ്യം അച്ഛൻ മുന്നോട്ട് വയ്ക്കും. അവർക്ക് ഏതായാലും 200 കോടിയൊന്നും തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കമ്പനിയുടെ തലപ്പത്ത് വരും, കൺമണിയും കൃഷും ഒക്കെ എൻ്റെ കീഴിലും. ഇത്രയും കേൾക്കുന്നതും വരുൺ നിന്ന് ഒരൊറ്റ കരച്ചിലാണ്. മാനസ എന്താന്ന് ചോദിക്കുമ്പോൾ വരുൺ കരഞ്ഞുകൊണ്ട് പറയാ, ഞാൻ അറിഞ്ഞില്ല, ഇത്രയും വലിയ പണച്ചാക്കാണ് നീയെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് കേൾക്കുന്ന മാനസ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് വരുണിനോടും പറയുന്നുണ്ട്, വരുണെ, നീയും എന്നെ അനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ നിനക്കും ഗുണമുണ്ടാവും. പിന്നെ ഇന്ന് രാത്രി തന്നെ നീ ഇവിടുന്ന് സ്ഥലം വിട്ടോ കേട്ടോ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോൾ അറിയിച്ചോളാം. ഇതും പറഞ്ഞ് മാനസ വരുണിനെ മുറിയിലാക്കി പുറത്തേക്ക് പോവുകയാണ്. മാനസ ഇത്രയും വലിയ പണക്കാരിയാണെന്ന് അറിയുന്നതും വരുണാണെങ്കിൽ പിന്നെ മാനസയെ നോട്ടമിടുകയാണ്. 200 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് മാത്രം. അപ്പോൾ ടോട്ടൽ ആസ്തി എത്രയായിരിക്കും? ഒറ്റ മോള്, എല്ലാ സ്വത്തും അവൾക്കായിരിക്കും. ഇവളുടെ മുന്നിൽ കൺമണിയൊക്കെ ആരാ? മാനസ വരുൺ, വരുൺ മാനസ. പറയുമ്പോ തന്നെ എന്തൊരു ചേർച്ചയാ. എന്നാലും കൺമണി, നിന്നെ ഞാൻ വിടില്ല, നീ എന്റെ ഭാര്യ തന്നെയായിരിക്കും. മാനസയെ ഞാൻ വിട്ടുകളയാൻ പോകുന്നില്ല. മാനസ ഓണം ബമ്പർ, നീ വിഷു ബമ്പർ, രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ആഘോഷങ്ങൾ തന്നെ. ഇങ്ങനെയെല്ലാം സ്വപ്നം കണ്ട് സന്തോഷത്താൽ പുളകിതനാവുന്നുണ്ട് കേട്ടോ വരുൺ. കൃഷാണെങ്കിൽ ജയമോഹനങ്കിളുടെ ബാധ്യത എങ്ങനെയെങ്കിലും തീർത്തേ പറ്റൂ. പക്ഷേ അതിനെന്താണ് ഒരു വഴി? ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. ആലോചനയിലിരിക്കുന്ന ആ സമയത്താണ് ഒരു ഫോൺ കോൾ വരുന്നത്. കൺമണിയാണ് വിളിക്കുന്നത്. കൺമണി ആദ്യം തന്നെ കൃഷ്ണനോട് ആ സർപ്രൈസിനെ കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത്. എന്നാൽ ഇത്തവണ കൃഷ്ണന് കൺമണിയോട് സംസാരിക്കാൻ പോലും ഒരു മൂഡില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ അങ്ങോട്ട് വെക്കുകയാണ്. കൃഷ് അങ്ങനെ ബിഹേവ് ചെയ്തത് കൺമണിക്കും വിഷമം ഉണ്ടാക്കി. പിന്നീട് കൺമണി ഗോകുലിനെയും ഇക്കാര്യം അറിയിക്കുന്നുണ്ട്. കൃഷ് സാർ ഒരു സന്തോഷമില്ലാതെ ഫോൺ വെച്ചു. എന്നാൽ ഗോകുല് കൺമണിയെ ഹാപ്പിയാക്കാൻ ശ്രമിക്കുകയാണ് ഓരോന്ന് പറഞ്ഞിട്ട്. എൻ്റെ അപ്പേ, കൃഷ് സാറിന്റെ മനസ്സ് അപ്പയ്ക്ക് ഇതുവരെയായിട്ടും മനസ്സിലായില്ലേ? അപ്പയുടെ ടെൻഷൻ കാണാൻ വേണ്ടി കൃഷ് സാറിട്ട നമ്പറുകളായിരിക്കും ഇതൊക്കെ. എന്നാൽ ഇതങ്ങനെയല്ലെന്ന് കൺമണിക്ക് തീർച്ചയാണ്. എന്നാൽ ഗോകുലിന്റെ വിശ്വാസം മറിച്ചാണ്, കൃഷ് വെറുതെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന്. ഏതായാലും കൺമണി പിന്നീട് ഇതോർത്ത് തന്നെ വിഷമിച്ചിരിക്കുകയാണ്. മൂഡ് ഓഫ് ആയിരിക്കുന്ന കൃഷിന്റെ അടുത്ത് കൃപയും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? ആകെ ഒരു മൂകത. ഒന്നുമില്ലെന്ന് പറഞ്ഞ് കൃഷി ദേഷ്യത്തോടെ കൃപയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൃഷിനെ കൊണ്ട് മൂഡ് ഓഫിന്റെ കാരണം എന്താണെന്ന് തുറന്ന് പറയിപ്പിക്കാൻ തന്നെയാണ് കൃപയുടെ പുറപ്പാട്. അപ്പൊ കൃഷ്ണൻ കൃപയോട് ചോദിക്കുകയാണ്, നീയും കേട്ടതല്ലായിരുന്നോ കൃപ, ജയമോഹൻ അങ്കിളിന് ഇൻവെസ്റ്റ് ചെയ്ത തുക തിരിച്ചു കൊടുക്കേണ്ട കാര്യം? കൃപ അതൊക്കെ നിസ്സാരമട്ടിലാണ് എടുത്തിരിക്കുന്നത്, അതാണോ കാര്യം എന്ന് ചോദിക്കുമ്പോൾ
എന്താ അത് നിസ്സാര കാര്യമാണോ എന്ന് ചോദിക്കുകയാണ് കൃഷ്. അപ്പൊ കൃപ പറയുന്നത് എങ്ങനെയാണ്, ചെറിയ കാര്യമോ വലിയ കാര്യമോ ആയിക്കോട്ടെ, എന്തായാലും നാളെ രാവിലെ തന്നെ ആ കാശൊന്നും തിരിച്ചു കൊടുക്കണ്ടല്ലോ. നാളെ കൊടുക്കണ്ടായിരിക്കും, പക്ഷെ വൈകാതെ തന്നെ തിരിച്ചു കൊടുക്കണ്ടേന്ന് കൃഷി വീണ്ടും ചോദിച്ചപ്പോൾ കൃപ പറഞ്ഞു കൊടുക്കുകയാണ് കൃഷിന്. മാനസികമായി കണക്ട് ചെയ്ത് ഫണ്ടിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഈ പേടിയൊക്കെ തോന്നുന്നത്. അലിഗയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ എത്രയോ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഒന്ന് വിളിച്ചാൽ മതി, അവർ പറന്നു വരും. പിന്നെതായി ഇന്ന് തന്നെ ഒരു ഗംഭീര പ്രോജക്റ്റ് കിട്ടിയില്ലേ. ഏട്ടനും കൺമണിയും കൂടെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോയ 200 കോടിയല്ല 2000 കോടിയുടെ പ്രോജക്റ്റ് വരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കൃപയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ കൃഷിനും ആശ്വാസം തോന്നുകയാണ്. ഏതായാലും ഇപ്പോഴാണ് തനിക്കൊരു ഉന്മേഷം വന്നത്. പെട്ടെന്നാണ് കൺമണിയെ പറ്റി കൃഷി ചിന്തിക്കുന്നത്. കൺമണിയോട് കുറച്ചു മുമ്പ് അങ്ങനെ പെരുമാറിയതിൽ കുറ്റബോധം തോന്നുകയാണ് കേട്ടോ കൃഷ്. അക്കാര്യം കൃപയോടും പറയുന്നുണ്ട്. അത് കേട്ട് കൃപയും കൃഷിനെ കുറ്റപ്പെടുത്തുകയാണ്. ഇയാളൊക്കെ എവിടുത്തെ കാമുകനാടോ, മാത്രമല്ല ഇപ്പൊ തന്നെ കൺമണിയെ വിളിക്കാൻ ഓർഡർ ഇടുന്നുമുണ്ട് കൃപ. ഞാനിനി വിളിച്ച് അവളെ എടുക്കുമെന്ന് സംശയം പ്രകടിപ്പിക്കുന്ന കൃഷിന്റെ കയ്യിൽ നിന്ന് കൃപ ഫോൺ വാങ്ങി വിളിക്കുകയാണ് കൺമണിയെ. ഫോൺ റിങ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നതും കൃഷിന്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് സംസാരിക്കാൻ തന്നെ പറഞ്ഞ് കൃപ പോവുകയും ചെയ്യുന്നു. കൺമണി കോളെടുത്തതും കൃഷി പഠിച്ചുകൊണ്ടാണ് സംസാരിക്കാൻ തുടങ്ങുന്നത്. നേരത്തെ വിളിച്ചപ്പോൾ എന്താണ് ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്ത് പോയതെന്ന് കൺമണി വിഷമത്തോട് ചോദിച്ചപ്പോൾ അത് വെറുതെ കൺമണിയെ പറ്റിക്കാനെന്ന് കള്ളം പറഞ്ഞ് ഒപ്പിക്കുകയാണ് കൃഷ്. അപ്പോൾ കൺമണിക്കും ബോധ്യമാവുകയാണ് ഗോകുല് പറഞ്ഞു തന്നെയാണ് ഇപ്പോൾ സത്യമായത്. അത് കേട്ട് കൃഷും അങ്ങനെയാണെങ്കിൽ ഗോകുല് ആള് കൊള്ളാലോ, അവൻ കൃത്യമായിട്ട് എല്ലാം കണ്ടുപിടിച്ചല്ലോ. അല്ല അതിരിക്കട്ടെ, കൺമണി പേടിച്ചോ? കൺമണി തിരിച്ചു പറയുന്നുണ്ട്, സാറിന്റെ ശബ്ദം ഒന്ന് മാറിയാൽ തന്നെ എനിക്ക് വിഷമം വരും. എന്നെ ഇവിടെ കൊണ്ടാക്കുമ്പോൾ നല്ല സന്തോഷത്തോടെ സംസാരിച്ചു പോയ ആളിന് പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ഞാൻ സംശയിച്ചു. ആകെ തളർന്നു പോയി ഞാൻ. ഉടനെ കൃഷി അത് കേട്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്ന് അരമണിക്കൂർ സമയം കൊണ്ട് ഡിസൈൻ ചെയ്തു തീർത്ത് ഞെട്ടിച്ച കൺമണിയുടെ ധൈര്യം ഇത്രയേ ഉള്ളോ? അപ്പൊ കൺമണി, ഞാൻ പറഞ്ഞിട്ടില്ലേ സാർ, ആ ഡിസൈൻ ഞാനായിട്ട് ചെയ്തതല്ല, സാറായിട്ട് ചെയ്യിപ്പിച്ചതാ. സാറ് തന്ന ശക്തിയും ധൈര്യവും ഒക്കെ കൊണ്ടാണ് ഞാൻ ആ ഡിസൈൻ ചെയ്തത്. ആ സാർ എന്നോട് അകൽച്ച കാണിച്ചു എന്നറിഞ്ഞാൽ പിന്നെ ഞാനില്ല. എനിക്ക് ഡിസൈനറോ അലിഗയിലെ ഒരാളോ ഒന്നും ആവണ്ട. എനിക്ക് സാറിന്റെ കൺമണിയായാൽ മാത്രം മതി. അതിനപ്പുറം എനിക്ക് വേറെ ഒന്നും വേണ്ട. ഞാൻ സാറിനെ കേൾപ്പിക്കാൻ വേണ്ടി ഇതെല്ലാം വെറുതെ പറയുന്നതല്ല, എന്റെ മനസ്സിനെ ഞാൻ തുറന്നു കാണിക്കുക. കേട്ട് കൃഷി സുഖിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് കൺമണിയോട് പറയും, അങ്ങനെയാണെങ്കിൽ എനിക്കും ചിലത് പറയാനുണ്ട്. എനിക്കും അലിഗയിലെ MD ചെയർമാനോ ഒന്നും ആവണ്ട. എനിക്ക് എന്റെ കൺമണിയുടെ കൃഷാറായാൽ മാത്രം മതി. അതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് കൺമണിയും. തുടർന്ന് സർപ്രൈസിനെ പറ്റി വീണ്ടും ചോദിക്കുകയാണ് കൺമണി. ആ സർപ്രൈസ് എന്താണെന്ന് എന്നോട് ഒന്ന് പറയൂ. എന്നാൽ കൃഷി കൊടുക്കുന്ന മറുപടി, ആ സർപ്രൈസ് എന്താണെന്ന് എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല കൺമണി, ഭഗവാനോട് ചോദിച്ചാൽ മതി. നാളെ ഭഗവാന്റെ മുന്നിൽ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ മതി, ഭഗവാൻ പറഞ്ഞു തരും എന്താണ് സസ്പെൻസ് എന്ന്. കൃഷി വെറുതെ വെയിറ്റ് ഇടുക എന്ന് മനസ്സിലാക്കുന്ന കൺമണി, ഓ ശരി, എന്നെ വീണ്ടും പറ്റിക്കുകയാണല്ലേ, കുഴപ്പമില്ല, ഞാൻ ഭഗവാനോട് ചോദിച്ച് എന്നെ കണ്ടുപിടിച്ചോളാം. ഇങ്ങനെയും പറഞ്ഞ് വാശി കാണിച്ച് കൺമണി കോള് കട്ട് ചെയ്യുകയാണ്. ബലരാമനാണെങ്കിൽ രാത്രി ഉറങ്ങാൻ പോലും പറ്റാതെ പല ആലോചനകളിലും മുഴുകി നിൽക്കുകയാണ്. അതേസമയം ഭാഗ്യശ്രീ വരുമ്പോൾ ബലരാമൻ ഭാഗ്യശ്രീയോടും പറയുകയാണ്, ഞാൻ വളരെ സന്തോഷത്തോടെയാണ് അവിടെ നിന്നും വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കാര്യങ്ങൾ ആകെ തിരിഞ്ഞു. എന്നാലും ആ വന്നത് ആരായിരിക്കും? എന്തിനാണ് അയാൾ അച്ഛന്റെ പേര് പറഞ്ഞത്? പോലീസിനെ അറിയിക്കാമെന്നും അവര് കണ്ടെത്തുമെന്നും ഭാഗ്യശ്രീ പറഞ്ഞെങ്കിലും അത് വേണ്ടെന്നാണ് ബലരാമന്റെ അഭിപ്രായം. ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും ശരി, അവർക്ക് പോലീസിൽ നല്ല പിടിപാടുണ്ടാവും. ഇത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. അതേസമയം ഭാഗ്യശ്രീ തന്റെ തോന്നല് ബലരാമനുമായിട്ട് പങ്കുവെക്കുകയാണ്. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്. ആദ്യം നമ്മൾ സംശയിക്കേണ്ടത് എന്റെ അച്ഛനെയും അമ്മയും തന്നെയാണ്. സാക്ഷാൽ ബാലഗോപാലിനെയും ശ്രീമതി സുമിത്രയെയും അവര് തന്നെയായിരിക്കും ഇതിന്റെ പിന്നിലെന്ന് ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട് ഭാഗ്യശ്രീ.